ക്രിസ്മസ് ഒക്കെ വരെയല്ലേ, അപ്പോൾ കേക്കിന്റെ റെസിപ്പികളൊക്കെ വേണ്ടേ? നമ്മൾ സാധാരണ ചെയ്യുന്ന കുറെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വാനില സ്പോഞ്ച് കേക്കും, അതുപോലെ തന്നെ ചോക്ലേറ്റ് കേക്കും, റെഡ് വെൽവെറ്റ് കേക്കും, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും, അങ്ങനെ കേക്കുകളുടെ റെസിപ്പി, കേക്കിന്റെ പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ കേക്കുകളുടെയും റെസിപ്പികൾ നിങ്ങൾക്ക് കിട്ടും. ഇത് നമുക്ക് ക്രിസ്മസിനും കഴിക്കാം, അതുപോലെ തന്നെ വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കും കൂടി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു കേക്കാണ് നമ്മുടെ ക്യാരറ്റ് കേക്ക്. ക്യാരറ്റ് എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ ആണ്. വീട്ടിൽ മൈദപ്പൊടി ഉണ്ട്, മുട്ടയുണ്ട്, എല്ലാം ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഓവനിൽ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥിരം നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക് പാനിലാണ്, അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക് പാനിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഏത് കേക്ക് റെസിപ്പി ചെയ്യുമ്പോഴും കമന്റ്സ് വരാറുണ്ട്, ചേച്ചി നോൺ സ്റ്റിക് പാനിലെ അടിഭാഗത്ത് കരിഞ്ഞു പിടിക്കുന്നു, സ്റ്റീൽ പാത്രത്തിൽ കരിഞ്ഞു പിടിക്കുന്നു എന്നുള്ളതൊക്കെ. അത് നിങ്ങൾ ഗ്രീസ് ചെയ്യുന്നതിൻ്റെയും പിന്നെ ഒന്ന് ശ്രദ്ധിക്കാത്ത കാര്യം നമ്മുടെ തീയുടെ കാര്യമാണ്. നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കരിഞ്ഞു പിടിക്കും. അതിന് വേറെ പരിഹാരങ്ങളൊന്നുമില്ല. എപ്പോഴും പറയാറുണ്ട് ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അങ്ങനെയാണെങ്കിൽ കരിഞ്ഞു പിടിക്കില്ല. 100% ഞാൻ ഉറപ്പ് പറയാം. എൻ്റെ കേക്കുകളൊന്നും ഇതുവരെ കരിഞ്ഞു പിടിച്ചിട്ടില്ല. നമ്മുടെ റെസിപ്പികൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. അവരെ കുറേ പേരുടെ ഒന്നും ഇതുപോലെ കംപ്ലൈൻറ്റ്സ് വന്നിട്ടില്ല. 1-2 പേരാണ് ഈ സ്ഥിരം കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ചേച്ചി കേക്ക് ഏത് പാത്രത്തിൽ ഉണ്ടാക്കിയിട്ടും കരിഞ്ഞു പിടിക്കുന്നു എന്നുള്ളത്. അത് നിങ്ങൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഡയറക്റ്റ് നമ്മൾ വെക്കാതിരിക്കുക സ്റ്റൗവിൽ. ഏതെങ്കിലും ഒരു പാത്രത്തിന്റെ മുകളിൽ, ഇപ്പൊ നോൺ സ്റ്റിക് പാനിന്റെ ദോശക്കല്ലിന്റെ ഏതിന്റെയെങ്കിലും മുകളിൽ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കരിഞ്ഞു പിടിക്കില്ല കേട്ടോ. അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ കേക്കിന്റെ അളവുകൾ കറക്റ്റ് ആയിരിക്കണം. ആ വെള്ളത്തിന്റെ ഇപ്പൊ നമ്മുടെ മോയ്സ്ചർ കണ്ടന്റ് കുറവാണെന്നുണ്ടെങ്കിൽ കേക്കിന്റെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും, കേക്കിന്റെ അടിഭാഗം കരിയും. അതും കറക്റ്റ് ആക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കരിയാതെ നമുക്ക് എല്ലാ കേക്കുകളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ക്രിസ്മസ് കേക്കുകളുടെ റെസിപ്പികൾ വേറെയും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ ക്യാരറ്റ്, ഇല്ലെങ്കിൽ 1.5 കപ്പ് ക്യാരറ്റ്. കപ്പളമായിരിക്കും കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മെഷറിംഗ് കപ്പിൽ തന്നെ മെഷർ ചെയ്യുക. ഞാനിതിപ്പോൾ 240 ml കപ്പിലാണ് മെഷർ ചെയ്തിരിക്കുന്നത്. 1.5 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും എടുക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെ അളവ് കൂടുതൽ ചേർക്കുക. മൈദപ്പൊടി ആകുമ്പോൾ പാല് കുറച്ച് മതിയാവും. ഇപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ ക്യാരറ്റിലെ വെള്ളത്തിൻ്റെ ആ ഒരു അളവും കൂടി അനുസരിച്ച് എത്ര പാല് ചേർക്കണം എന്നുള്ളത് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓറഞ്ചിൻ്റെ തൊലിയോ നാരങ്ങയുടെ തൊലിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പട്ടയുണ്ടല്ലോ, കറുകപ്പട്ട പൊടിച്ചത് ചേർക്കാം. വാനില എസൻസ്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെങ്കിൽ 1/4 കപ്പ്, പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് എടുക്കുക. അപ്പോഴേ മധുരം കറക്റ്റ് ആവുള്ളൂ. പിന്നെ മുട്ട വേണം, വെജിറ്റബിൾ ഓയിൽ വേണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലാണ് നമ്മുടെ കേക്ക് റെഡിയാക്കാൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. അതെല്ലാ കേക്കിലും നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെയാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി, എടുക്കുന്ന എല്ലാ പൊടികളുടെയും അളവ് കറക്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. എന്താണെന്ന് വെച്ചാൽ അളവ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ പെർഫെക്റ്റ് ആവില്ല. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഡേറ്റ് കഴിയാത്തതായിരിക്കണം കേട്ടോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പൊടികൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കേക്ക് പൊങ്ങി വരില്ല. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണാണ് നമ്മുടെ കറുകപ്പട്ടയുടെ തൊലി പൊടിച്ചത്, കറുകപ്പട്ട പൊടിച്ചത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്തിട്ട് ഓറഞ്ചിൻ്റെ തൊലിയോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു 3 പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത്. ഇത് ആദ്യമേ നമ്മൾ റെഡിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി വയ്ക്കുക. ഒന്ന് ലൈറ്റായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് വയ്ക്കുക.
അപ്പോൾ ഇത് മൈദപ്പൊടി ആണെങ്കിലും സെയിം ഈ അളവ് തന്നെയാണ്, 1.5 കപ്പ് തന്നെയാണ് 1.5 കപ്പ് ക്യാരറ്റിന് എടുക്കേണ്ടത്. വീണ്ടും അരിക്കുക കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും കറുകപ്പട്ടയുടെ പൊടിയും എല്ലാം നമ്മുടെ പൊടിയുടെ ഗോതമ്പ് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ആയി വരും. ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം ചേർത്ത് മിക്സ് ചെയ്യാനിടുമ്പോൾ അവിടെ അവിടെയായിട്ട് കിടക്കും, കറക്റ്റായിട്ട് മിക്സ് ആവില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കറക്റ്റായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ നമ്മുടെ പൊടികൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് ആദ്യം നമ്മുടെ മുട്ട ചേർക്കാം. നാല് മുട്ടയാണ് ഞാനിപ്പോൾ 1.5 കപ്പ് പൊടിക്കെടുക്കുന്നത്. ഇതിപ്പോൾ മിക്സിയിലല്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. മിക്സിയിലാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര അല്ല, അതുകൊണ്ട് 1/4 കപ്പ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക 1 കപ്പ് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ മധുരം ഒട്ടും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ പാല്, 1/2 കപ്പ് പാല്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ വാനില എസൻസ് ആണ്, 1 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. ഇത്രയും ചേർത്ത് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് പഞ്ചസാര, മുട്ട എല്ലാം ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരില്ല കേട്ടോ. ഇത് മിക്സിയിൽ അടിക്കുമ്പോൾ ഇതുപോലെ വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൗഡർ ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ വീതമാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നമുക്ക് വിസ്ക് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ സ്പൂണായാലും ഫോർക്കായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കട്ടയില്ലാതെ മിക്സായി വരണം. ഇനി നമുക്ക് വീണ്ടും കുറച്ചുകൂടി നമ്മുടെ പൗഡർ ആഡ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റായിട്ട് മിക്സ് ആയിട്ടില്ല, നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ആയിക്കോളും കറക്റ്റായിട്ട്. ഇതുപോലെ ഒരു 3-4 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഒരുമിച്ച് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട കൂടുതലായിരിക്കും, നമുക്ക് കട്ട ഉടച്ചെടുക്കാൻ കുറേ സമയമെടുക്കും. ഇതാകുമ്പോൾ എളുപ്പത്തിൽ കുറച്ച് വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ പൗഡേഴ്സ് എല്ലാം മിക്സ് ചെയ്തെടുത്തു. കണ്ടോ, ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ കുഴപ്പമുണ്ടാവില്ല. ഇതിലേക്ക് നമുക്കിനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ആഡ് ചെയ്യാം. ക്യാരറ്റും കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം കേട്ടോ. നമ്മൾ ക്യാരറ്റും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴേ കറക്റ്റായിട്ട് നമുക്ക് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ പാലിൻ്റെ അളവ് കറക്റ്റ് ആക്കുക. അപ്പോൾ ഞാൻ പാലിൻ്റെ അളവ് അവസാനം പറയാം. ബാക്കിയുള്ള ക്യാരറ്റും കൂടി ചേർക്കാം. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ കുറേ വലിയ പീസായിട്ട് വരികയാണെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ പീസുകളായിട്ട് കിട്ടും. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർക്കേണ്ടി വരും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് തിക്കാണ് കൺസിസ്റ്റൻസി. അപ്പോൾ ഒരു ടീസ്പൂൺ പാലും കൂടി നമുക്കൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ 1-2 ടീസ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. പിന്നെ നല്ല മധുരമുള്ള ക്യാരറ്റ് കേക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്ന രീതി എന്ന് പറയുമ്പോൾ മീഡിയം മധുരം ഉണ്ടാവുള്ളൂ, ഒരുപാട് അങ്ങ് മധുരം ഉണ്ടാവില്ല. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള മധുരമായിരിക്കും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ ഞാൻ ഈ പാനിൽ, നമ്മുടെ സ്ഥിരം കേക്ക് പാനിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അതിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, സൈഡ്സിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ ജസ്റ്റ് ഇത് ഓയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ സാധാരണ നമ്മൾ ടാപ്പ് ചെയ്യുന്ന പോലെ ടാപ്പ് ചെയ്ത് എടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് ടാപ്പ് ചെയ്യുക.
അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഈ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് വയ്ക്കുക. ചെറിയ ബർണറിൽ തന്നെയാണ്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് 30 മിനിറ്റ് ആവുമ്പോൾ ചെക്ക് ചെയ്യുക. 25 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെയാണ് ടൈം എടുക്കുക കേക്ക് കുക്കാവാൻ. അപ്പോൾ നമ്മുടെ ബർണറിൻ്റെ ചൂടനുസരിച്ച് അത് വ്യത്യാസം വരും. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ കേക്ക് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ സ്ക്യൂറിൽ ഒട്ടും തന്നെ പിടിക്കുന്നില്ല. നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇനി ചൂട് മാറാൻ വേണ്ടി എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുക്കറിലും ചെയ്യാം. കുക്കറിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ നേരത്തെ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിലോ ദോശക്കല്ലിലോ ചെയ്യുന്ന രീതിയാണിത്. അപ്പോൾ ഇനി ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് കേക്ക് ചൂടൊക്കെ കംപ്ലീറ്റ് മാറി നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പതുക്കെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കളർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗോതമ്പ് പൊടിയിൽ ചെയ്തുകൊണ്ടാണ് ഈ കളറ് കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. മൈദയിലാണ് ചെയ്യുന്നതെങ്കിൽ അടിഭാഗം ഒന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് കുക്കായിട്ടേ ഉള്ളൂ. നമ്മൾ ഓവനിൽ വെച്ച് കുക്ക് ചെയ്യുന്ന പോലെ തന്നെയുള്ളൂ, കരിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ക്യാരറ്റ് ആകുമ്പോൾ എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞോ ഇല്ലയോ. അതുപോലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടികൾക്കാണെങ്കിലും ക്യാരറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ കേക്കായിട്ട് ഇപ്പോൾ ക്യാരറ്റ് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. കേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വേഗം തന്നെ തീർന്നോളും. ദാ ഇവിടെ കേക്കൊക്കെ തീർന്നു തുടങ്ങി. ഓരോരുത്തരുടെ കേക്കൊക്കെ കഴിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും കേക്ക് കഴിക്കട്ടെ. നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഇവിടെ കേക്ക് പീസൊക്കെ എടുത്തിട്ട് പോയത് കണ്ടില്ലേ. കിച്ചൂസിൻ്റെ കോമ്പിനേഷനാണിത്. ചോക്ലേറ്റ് ഐസ്ക്രീമും ക്യാരറ്റ് കേക്കും. ഇങ്ങനെയൊക്കെയാണ് പല പല കോമ്പിനേഷൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും കഴിക്കാം. ഇതാ വീണ്ടും പോകുന്നു അടുത്ത പീസ്. അപ്പോൾ ഞങ്ങളുടെ കേക്ക് ഞങ്ങൾ കഴിച്ചു തീർക്കട്ടെ.